അമ്മ എന്താ അമ്മ ഞാൻ കളിക്കാൻ പോട്ടെ. എവിടെ? അവിടെ ബാലേട്ടന്റെ വീട്ടില് കളിക്കാൻ പോട്ടെ. അവിടെ രേവതി, ചിഞ്ചും, പൊന്നും, പിന്നെ സുമേഷും, പിന്നെ അർജുനും, രാഹുലൊക്കെ ഉണ്ട്. വേണ്ട വേണ്ട, കളിക്കാനൊന്നും പോണ്ട. ഒന്നാമത് നീ വയസ്സറിയിച്ചിരിക്കുക നിനക്കുള്ള ബോധമൊന്നുമില്ലേ? അതിനിപ്പോ എന്താ, വലിയ കുട്ടിയായെന്ന് വെച്ചിപ്പോ എന്താ കളിക്കാൻ പോണേന്? എൻ്റെ പൊന്നു വെച്ച് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പോൾഡാന്ന് പറഞ്ഞാൽ പോൾഡ. ചെറിയ കുട്ടിയല്ല നീ പണ്ടത്തെ പോലെ. കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയും നാളെ ഞാൻ കളിക്കാൻ പോകാറുണ്ടല്ലോ, പിന്നെ ഇനി ഇപ്പൊ ഒരു മാറ്റം? അതല്ലേ പറഞ്ഞേ വെച്ചേ, പ്രായപൂർത്തി ആയതുകൊണ്ടാണ്. ഈ പണ്ടത്തെ കുട്ടി ആമ്പിള്ളേരുടെ കൂടെ കളിക്കാനത് പോൾഡ. ദേ അടവെടുക്കല്ലേ. നിനക്ക് ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് എത്ര അടി മാർക്ക്? എത്ര മാർക്ക്? 24. 4 മാർക്ക് കൊണ്ട് വന്നേക്കുള്ളൂ. ആദ്യം വരുന്നത് പഠിക്കണേ വെച്ചാൽ അവിടെ കളിക്കാൻ നടക്കണം. മര്യാദക്ക് ഇരുന്ന് പഠിച്ചോ. ഇനി വല്ല പുറത്തേക്ക് ഇറങ്ങാനുണ്ടല്ലോ വീടിൻ്റെ. വരുന്നത് പഠിക്ക്. അമ്മ എന്തിയേ? ഞാനിന്ന് എൻ്റെ കൂട്ടുകാരികളുടെ കൂടെ ഒന്ന് പുറത്ത് പോയിക്കോട്ടെ. എവിടേക്ക്? അധികം സ്ഥലത്തൊന്നും പോവില്ലമ്മ. ഒരു ബീച്ചിലും പിന്നെ ഒരു പാർക്കിലൊക്കെ പോവാന്ന് വെച്ചിട്ടാ. എല്ലാരും ഉണ്ട്, 3-4 പേരുണ്ട്. ആമ്പിള്ളേരും വല്ലതും ഉണ്ടോ? അയ്യോ, ആമ്പിള്ളേരൊന്നുമില്ല. എന്താ അമ്മ അങ്ങനെയൊക്കെ പറയണേ? അതൊന്നും ഇല്ല. പിന്നെ വേറെ കാര്യം, നീ ഇത് പോകാൻ നിൽക്കണ്ട. അങ്ങനെ പെമ്പിള്ളേർ ഇങ്ങനത്തെ ശീലമൊന്നും പഠിച്ചാൽ കൊടുത്തില്ല. അധികം വൈകുമൊന്നുമില്ല, ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും വരാം. 5 മണി എന്ന് പറഞ്ഞാൽ 5:30 6 മണിയാവും. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി 4 കൊല്ലം ഇതിൽ കെട്ടിച്ചു വിടണ്ട. വെറുതെ പെമ്പിള്ളേർക്ക് തീറ്റപ്പേരുണ്ടാക്കരുത് കേട്ടോ. എന്താ അമ്മ, അവരുടെ വീട്ടിലൊക്കെ സമ്മതിച്ചപ്പോ അമ്മയും കൂടെ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിച്ച് പോകാൻ എന്ത് സന്തോഷമായിരിക്കും അമ്മ. നിനക്ക് വീട്ടിൽ ഇരുന്നിട്ടുള്ള സന്തോഷമൊക്കെ മതി കേട്ടോ. എൻ്റെ പൊല്ലുവാൾ അങ്ങനെ ഇരുന്നാൽ മതി. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് രാവിലെ അച്ഛനും അമ്മേനെയാണല്ലോ സ്വപ്നം കണ്ട്. സ്വപ്നം കാണാറില്ലാത്തതാണ്. 1.5 മാസം അങ്ങോട്ട് പോയിട്ട്. ഒന്ന് പോയാലോ? ഒരു ദിവസം നിന്നിട്ട് വരാം. ഏട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം, സമ്മതിക്കോ? അല്ല, നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് പുറത്തോട്ടിരിക്കണേ? അല്ല, ഞാനേ ഇന്ന് രാവിലെ അച്ഛനും അമ്മേനെ സ്വപ്നം കണ്ടു. എല്ലാ അച്ഛനും? അയ്യോ, ഏട്ടന്റെ അല്ല, എന്റെ അച്ഛനും അമ്മയെ സ്വപ്നം കണ്ടു. ഓ, അതാണ്. അപ്പൊ ഞാൻ വിചാരിക്കായിരുന്നേ, വീട്ടിലേക്കൊന്ന് പോയാലോന്നേ. എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോ, ഒരു ദിവസം നിന്നിട്ട് വരാം. നീ അതിനധികം നാളൊന്നും ആയില്ലല്ലോ പോയിട്ട് വന്നിട്ട്? അതിനേട്ടോ 1.5 മാസമായില്ലേട്ടാ പോയിട്ട് വന്നിട്ട്. എനിക്ക് എന്റെ വീട്ടുകാരെ കാണാന്നൊക്കെ ഇല്ലേ? അത്രയ്ക്ക് കാണാൻ തോന്നുന്നെങ്കിൽ വീഡിയോ കോൾ ചെയ്യണം. പിന്നെ വീഡിയോ കോള്. അത് മാത്രല്ല, എന്റെ അച്ഛനും അമ്മയും സമ്മതിക്കില്ല ഇപ്പൊ നിന്റെ ഇവിടെ. എന്റെ അമ്മ അച്ഛനിപ്പോ എന്താ പറയാ, അവര് സമ്മതിക്കും. ഞാൻ അവരോട് ചോദിച്ചോ. അത് മാത്രല്ല, ഇപ്പൊ പോയാൽ ശരിയാവില്ല. 1.5 മാസമല്ല ഇവിടെ നീ പോയിട്ട്. പിന്നെ മാത്രല്ല, എനിക്കിപ്പോ ഇതിനെ കൊണ്ടാക്കാനൊന്നും പറ്റില്ല, സമയവും ഇല്ല. നീ അടുത്ത മാസം കാനും പോവാ. അപ്പൊ എന്റെ വീക്കെൻഡ് വല്ലതും പോവാ. നീ ഇപ്പൊ പോണ്ട. 10-24 കൊല്ലം ഞാൻ അവിടെ ജീവിച്ചാ. എന്നിട്ട് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ കെട്ടിയവനോട്, കെട്ടിയവൻ്റെ അമ്മയോട്, അച്ഛനോടൊക്കെ അനുവാദം മേടിച്ചിട്ട് വേണം പോകാൻ. അവരൊന്നും കാണാൻ എനിക്ക് വിധിയില്ല. എന്തൊരു അവസ്ഥയാ. ഏട്ടത്തോടെ ഇങ്ങനെ ഏട്ടാണിപ്പോ എന്താണ്? ഒരു കുഴപ്പമില്ല, അത്ര പ്രായമൊന്നും ആയില്ലല്ലോ. അമ്മ എന്താ ഒറ്റയ്ക്ക് വർത്താനം പറയണേ? അല്ലമ്മനെ, അമ്മ ഇപ്പൊ കുടുംബശ്രീ പോയിട്ട് വരിക. അവിടെ ഉണ്ടല്ലോ ബിന്ദുവും രജനിയും സിന്ധു ഒക്കെ ചുരിദാർ ഇട്ട് വന്നേക്കുന്നു. അല്ല, അതിനിപ്പോ എന്താ? അതിനിപ്പോ ഒന്നുമില്ല. അവിടെ ഉള്ളവരൊക്കെ പറയാ, ഞാൻ അവരുടെ അത്ര പോലും പ്രായമില്ലല്ലോ. ഇപ്പൊ തന്നെ ഈ സാരിയും നൈറ്റിയൊക്കെ വലിച്ചു കയറ്റി നടക്കണ എന്നാത്തിനാ ചുരിദാർ ഇടാൻ പറയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു 2 ചുരിദാർ മേടിച്ചിട്ടാലോ എന്ന്. അത്ര പ്രായമൊന്നും ആയില്ലല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ 2 ആമക്കളും അല്ലയോ. പെങ്കൊച്ചുങ്ങളുണ്ടെങ്കിൽ പെൺപിള്ളേർ ചുരിദാർ ഇട്ട് നടക്കുമ്പോൾ കൂടെ ചുരിദാർ ഇടാൻ പറ്റില്ല എന്നൊക്കെ പറയാം. ഇതാകുമ്പോൾ ആമക്കളും കൂടി അല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ച അച്ഛനോട് പറഞ്ഞ് 2 ചുരിദാർ മേടിച്ചാലോ എന്ന്. അമ്മക്ക് നാണല്ലേ ഇനി ചുരിദാർ ഇടാൻ? ബോധമൊന്നുമില്ല. ചുരിദാറൊക്കെ ഇപ്പൊ എല്ലാരും ഇടുന്നുണ്ട്. അങ്ങനെ പലരും പലതും ചെയ്യണ്ടാവും. പറഞ്ഞ ഇത്രയും നാള് സാരി എടുത്ത അമ്മ ചുരിദാർ ഇട്ട് കഴിയുമ്പോ നാട്ടുകാരൊക്കെ അതും ഇതൊക്കെ പറയും. അമ്മ കളിയാക്കും അമ്മേനെ. അമ്മ ഈ പ്രായത്തിന് നാണക്കേട് ഉണ്ടാക്കല്ലേ. എന്റെ അമ്മ ഇനി അങ്ങനെ നടക്കണ്ട. ഞാൻ സമ്മതിക്കൂല. അമ്മ ഇടണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ സാരി എടുത്താൽ മതി. അമ്മ ഇന്ന് അടുക്കളയിൽ ഒത്തിരി ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചായിരുന്നു അമ്മ? അമ്മ ഇൻഡക്ഷൻ കുക്കർ ഒന്ന് എടുത്തായിരുന്നു മോളെ. അല്ല, എന്തിനാ ഇൻഡക്ഷൻ കുക്കർ എടുത്തത്? അത് പിന്നെ ഇച്ചിരി തലവേദന എടുക്കുക. രാവിലെ തൊട്ട് പനിക്കണം പോലെയൊക്കെ ഉണ്ട്. പച്ചവെള്ളം കുടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടി മറ്റേ ഇൻഡക്ഷൻ കുക്കർ എടുത്തയാ. അടുപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടല്ലോ, ഗ്യാസിലൊക്കെ തിളപ്പിച്ചാൽ പോരായിരുന്നു. എന്തിനാ ഇൻഡക്ഷൻ കുക്കർ എടുത്തേ? ഗ്യാസിലുണ്ടാക്കി വരെ ഇച്ചിരി സമയം എടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ആവട്ടെ എന്ന് വിചാരിച്ചാ.
ഇൻഡക്ഷൻ കുക്കർ എടുത്ത. അമ്മ ഇങ്ങനെ ഓരോന്ന് ചെയ്തോട്ടാ. അമ്മയ്ക്ക് വെള്ളം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരാ, ഞാൻ തിളപ്പിച്ചില്ലായിരുന്നോ? അമ്മ എന്തിനാണ് അടുക്കളയിലേക്കൊക്കെ വരണത്? കറണ്ട് ബില്ല് വരുമ്പോൾ എന്നോടാണ് ഏട്ടൻ ചൂടാവണത്. അപ്പം എനിക്ക് പറയാൻ പറ്റുമോ അമ്മ ചൂടുവെള്ളം തിളപ്പിച്ചിട്ടാണെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിൽ കറണ്ട് ബില്ല് വന്നതൊക്കെ? എനിക്ക് വയ്യാത്തോണ്ടായിരുന്നു മോളെ, അല്ലെങ്കിൽ ഞാനതൊന്നും എടുക്കാറില്ലല്ലോ. അമ്മ ഇങ്ങനെ ഓരോ ന്യായം പറഞ്ഞു. അമ്മേനെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണ വീട്ടിലെ തള്ളമാരുടെ കൂട്ടൊന്നും അല്ല, ഭയങ്കര ശല്യമാണ്. എന്തൊരു കഷ്ടമാണ്. അമ്മയോട് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൂടെ? ഏത് നേരം അതും ഇതൊക്കെ ചെലവായിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു ഉപദ്രവത്തിനും നിങ്ങൾക്ക് ആർക്കും വരുന്നില്ലല്ലോ, എന്തിനാ മോളെ നോക്കണ കാര്യത്തിനൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വല്ല അനാഥാലയത്തിൽ എന്നെ കൊണ്ടാക്ക്, ഞാൻ അവനോട് പറയാം, എൻ്റെ മോനോട് ഞാൻ പറയാം. മോക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ വല്ല അനാഥാലയത്തിലും കൊണ്ടാക്ക്. അമ്മയുടെ ഉദ്ദേശം അപ്പം അതല്ലേ, നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളെ നാണം കെടുത്തുക. എന്നിട്ട് അമ്മേനെ വല്ലവിടെയും കൊണ്ടാക്കി കഴിയുമ്പോൾ ഞങ്ങളോട് നാട്ടുകാർ ചോദിക്കുമല്ലോ നിങ്ങൾ അമ്മേനെ അവിടെ കൊണ്ടാക്കിയെന്നും പറഞ്ഞ്. അമ്മയ്ക്ക് മര്യാദയ്ക്ക് എവിടെയെങ്കിലും അടങ്ങിയോതി ഇരിക്കുക. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാം. തിന്നാനോ കുടിക്കാനാണെങ്കിൽ ഞാൻ കൊണ്ടുതരും. വെറുതെ അടുക്കളയിലേക്ക് കെട്ടിയതിൽ വരണ്ട. അടുക്കളയിലുള്ള ഒരു സാധനം എടുക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഇല്ലാണ്ടായി എനിക്ക്. ഇവളെ എൻ്റെ മോൻ കെട്ടിക്കൊണ്ട് വരണവരെ ആ അടുക്കള നോക്കിക്കൊണ്ടിരുന്ന് ഞാനാ. കെട്ടിക്കൊണ്ട് വന്ന് 3-4 മാസം കഴിഞ്ഞ പിന്നെ എന്നെ അടുക്കളയിൽ അവൾ കയറ്റിയിട്ടില്ല. ഇപ്പം ദാ അതിൽ നിന്ന് അടുക്കളയിലൊരു സാധനം എടുത്തതിന് അവൾ കണക്ക് പറയുന്നു. എന്നെ നോക്കാൻ പറ്റില്ല പോലും. ഒരു കപ്പ് ചൂടുവെള്ളം പോലും തിളപ്പിച്ച് കുടിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല എനിക്ക് ഈ വീട്ടിൽ.